നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്. ചിന്തിക്കാതെ സംസാരിക്കുന്നത് ലക്ഷ്യമില്ലാതെ അമ്പ് തൊടുത്തുന്നതിന് തുല്യമാണ്. പ്രയോജനമൊന്നുമില്ലെന്ന് മാത്രമല്ല, ആപത്തും സംഭവിക്കാം. ഏത് പ്രവൃത്തിയിലും ലാഭമുണ്ടാകുന്നതിനേക്കാൾ നമ്മൾ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ലാഭവും സന്തോഷവും എല്ലാം അതിനോടൊപ്പം വന്നു ചേരും. നാം നമ്മുടെ കർമ്മങ്ങളെ നിർണയിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങളും നമ്മെ നിർണയിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. നിങ്ങൾ പരാജയപ്പെട്ടോ എന്നതല്ല, പരാജയത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ എന്നതാണ് വലിയ ചോദ്യം. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നതിലേക്ക് നിങ്ങളുടെ ഊർജം മാറ്റുക. കഠിനാധ്വാനത്തിന്റെ ഫലവും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും വൈകിയേക്കാം, പക്ഷെ അത് തീർച്ചയായും ലഭിക്കും. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. ഒരു കത്തുന്ന തീ വിറകിനെ ചാരമാക്കുന്നത് പോലെ അറിവിന്റെ അഗ്നി എല്ലാ മോശം പ്രവർത്തനങ്ങളെയും ചാരമാക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മോശം സാധ്യതകളും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തുഷ്ടനാകാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയേക്കാൾ സ്വയം ഉയരുക. നിങ്ങളെ തന്നെ തരം താഴ്ത്തരുത്. മനസ്സിന് നിങ്ങളുടെ ശത്രുവുമാകാം, ഏറ്റവും നല്ല സുഹൃത്തുമാകാം. നിങ്ങളുടെ അമ്മയെപ്പോലെ ആരും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ആരും നിന്നെ ഒരിക്കലും സ്നേഹിക്കുകയുമില്ല. പ്രധാനമായും ആളുകൾ മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാ ബോധം കൊണ്ടുമാണ്. സ്വയം വിലമതിക്കാൻ പഠിക്കുക. അതിനർത്ഥം നിങ്ങളുടെ സന്തോഷത്തിനായി പോരാടുക എന്നതാണ്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും. അവരോട് പ്രതികരിക്കുവാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണെന്നവർ തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും. എത്ര അകലെ ആയാലും നമ്മിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മിലേക്ക് തന്നെ വന്നു ചേരും. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. ഒരു ഇല കൊഴിഞ്ഞെന്ന് കരുതി ഒരു മരം വീണ ചരിത്രമുണ്ടായിട്ടില്ല. ഏതൊരു നാട്ടിലാണോ തനിക്ക് ആദരവ്, ഉചിതമായ തൊഴിൽ, ബന്ധുക്കൾ, വിദ്യാർജനത്തിനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടം ഉപേക്ഷിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. ഏറ്റവും വിഷമകരമായ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ്. ബാക്കിയുള്ളത് വെറും സമർപ്പണം മാത്രമാണ്. കളിയാക്കലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. അവയെ സന്തോഷം കെടുത്താൻ വരുന്ന പാഴ്വാക്കുകളായി തള്ളിക്കളയുക. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അഗ്നിയും മാറിപ്പോകുന്നു. ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നു പോകും. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് ശ്രദ്ധയോടെ കേൾക്കുന്നവർ. പഠിച്ചതെല്ലാം ഓർത്തുവയ്ക്കാനായാൽ
പരീക്ഷയിൽ വിജയിക്കാനാകും. അനുഭവിച്ചത് പലതും മറക്കാനായാൽ ജീവിതത്തിൽ വിജയിക്കാനാകും. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിനും തളർന്നിട്ടില്ല എന്നത്. മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാൾ ഏറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ്. കരച്ചിലടക്കിയ ചിരിയും നോവിക്കുന്നവരെ സ്നേഹിക്കുന്ന മനസ്സും ഒരു പെണ്ണിന്റെ ബലവും ബലഹീനതയുമാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. ചിരിക്കുക, കാരണം നിന്റെ ദുഃഖം നിനക്ക് മാത്രമേ ദുഃഖമായിട്ടുള്ളൂ. കേൾവിക്കാർക്കെന്നും കെട്ടുകഥകൾ മാത്രമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കാൻ കഴിയില്ല, എന്നാൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ലോകത്തിൽ സന്തോഷമോ ദുരിതമോ അങ്ങനെയൊന്നില്ല. ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായി ഒന്നുമില്ല. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വിഷമായാൽ സമുദ്രം മുഴുവൻ വിഷമാവില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. സമ്പത്തിൽ ജനിച്ചവർക്കും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള മാർഗമുള്ളവർക്കും ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അറിയാനാകില്ല. സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവന് കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. ശ്രമത്തിലാണ് സംതൃപ്തി ഉളവാകുന്നത്, ഫലപ്രാപ്തിയിലല്ല. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമായി മാറുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ മാത്രമേ കാടുള്ളൂ. അടുത്തു ചെല്ലുമ്പോൾ ഓരോ മരങ്ങളും ഒറ്റയ്ക്കാണ്. അങ്ങനെയാണ് ജീവിതവും. നോക്കുമ്പോൾ എല്ലാവരുമുണ്ട്, പക്ഷേ നമ്മൾ തനിച്ചാണ്. എല്ലാ മനുഷ്യജ്ഞാനവും രണ്ടു വാക്കുകളിൽ സംഗ്രഹിക്കുന്നു: കാത്തിരിക്കുക, പ്രത്യാശിക്കുക. അത്യാഗ്രഹം മനുഷ്യരെ എന്നേക്കും ദരിദ്രനാക്കുന്നു. ഈ ലോകത്തിന്റെ സമൃദ്ധി പോലും അവരെ സമ്പന്നരാക്കില്ല. ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടൂ. പക്ഷെ ഒന്നും കിട്ടിയില്ലെന്ന് കരുതി നിരാശരാവരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടേതായ ഒരു ദിവസം വരും. മാറ്റം നല്ലതാണ്. അത് പക്ഷെ നിഴൽ പോലെ കൂടെ നടന്നവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടാകരുത്. തിന്മയുടെ വിജയത്തിന് ആവശ്യമായ ഒരേ ഒരു കാര്യം നല്ല മനുഷ്യർ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ഒരാൾ നമുക്ക് നൽകുന്ന വില എന്തെന്ന് മനസ്സിലാക്കാൻ അയാൾ നമുക്കായി നടത്തുന്ന വിട്ടുവീഴ്ചകൾ പരിശോധിച്ചാൽ മതിയാകും. അധികം സ്നേഹം നിങ്ങൾ ആർക്ക് വിളമ്പിയാലും അവസാനം എച്ചിലിന്റെ വിലയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും, എന്നാൽ മോശാവസ്ഥ അവരിൽ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് വെളിപ്പെടുത്തും. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗൗരവത്തോടെ കാണുന്നവരായിരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് നൽകുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരിക്കുകയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.